കൊല്ലത്ത് കഴിഞ്ഞ ദിവസം കിള്ളികൊല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ഹൃദയഭേദകമായ ചില കണ്ണീർ കഥകളിലേക്കാണ്, അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 17 വയസ്സ് +2 വിദ്യാർത്ഥിനിയാണ്. എന്തിനാണ് ഈ പെൺകുട്ടി മരണമടഞ്ഞത്, അല്ലെ എങ്ങനെയാണ് മരണമടഞ്ഞത്? റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഓടയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവകഥ ഞാൻ വിവരിക്കാം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം പെൺകുട്ടി വീടിന് സമീപത്തെ കൂട്ടുകാരിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. രാത്രി വൈകിയും സാധാരണ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വരുന്ന സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഉടൻ തന്നെ അച്ഛൻ സുരേഷ് കിള്ളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പോലീസ് അന്വേഷിക്കുന്നു. പോലീസ് അന്വേഷിക്കുമ്പോൾ സാധാരണഗതിയിൽ കാടടച്ച് വെടിവെക്കുന്ന പോലെയല്ല, എല്ലായിടത്തും അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ പോലീസ് പറയുന്നു രാത്രിയായി, ഇനി അന്വേഷണം സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് കുറച്ചു നേരം വീടും പരിസരവും ഒക്കെ ഒന്ന് അന്വേഷിച്ചു. പരിസരത്തെ വീടുകളിൽ പോയി കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങളിലേക്ക് മെസ്സേജ് കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു ഉപരിപ്ലവമായ അന്വേഷണം കാഴ്ചവെച്ചിട്ട് പോലീസ് മടങ്ങി. എങ്കിലും സ്വന്തം മകളല്ലേ, അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഇരിക്കപ്പുറത്തി കാണില്ലല്ലോ. ബന്ധുക്കളും അച്ഛനും അമ്മയും ഒക്കെ അന്വേഷണം തുടർന്നു കൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം, അതായത് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി വീടിന് സമീപത്ത് കൂടിയുള്ള റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരല്പം ഉയർന്നൊരു പാലമുണ്ട്. പാലത്തിൻ്റെ നടപ്പാലം. ആ നടപ്പാലത്തിലേക്ക് കാട് കയറി കിടപ്പുണ്ട്. ആ കാട് കയറി കിടക്കുന്ന ആ ഭാഗത്തുകൂടി നടക്കുമ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു കനാലുണ്ട്, ഓടയുണ്ട്. ആ ഓടയിൽ ഓടയ്ക്ക് സമീപത്ത് നിന്ന് പെൺകുട്ടിയുടെ ചെരുപ്പുകൾ കണ്ടെത്തുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ചെരുപ്പുകൾ കണ്ടെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും ബന്ധുക്കൾക്ക് മനസ്സിലായി പെൺകുട്ടി ഇവിടെ എവിടെയോ ഉണ്ട്, പെൺകുട്ടിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവർ എല്ലായിടവും വലിച്ചു പിറക്കി ഒടുവിൽ ഓടയിൽ നോക്കുമ്പോൾ പെൺകുട്ടി ഓടയിൽ കിടക്കുന്നു. മരണം സംഭവിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്ന മരണം അപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ മരണം സംഭവിച്ചു എന്നത് ഇനി അന്വേഷണത്തിൽ തെളിയണം. ഇനി ട്രെയിൻ തട്ടിയിട്ടാണോ, അതോ ഇനി എന്തെങ്കിലും സൂയിസൈഡാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും മർഡറാണോ എന്നൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളൊക്കെ വരണം. ഇപ്പോൾ കിട്ടിയ പ്രാഥമിക നിഗമനമനുസരിച്ച് അത്തരം സംഭവങ്ങളൊന്നും ഈ കേസിൽ ഇല്ല എന്നാണ് വരുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ ബന്ധുക്കളും അയൽക്കാരും കൂട്ടുകാരും ഒക്കെ പറയുന്ന പല പല കഥകളുണ്ട്. ഈ കഥകൾക്ക് നിറം ചാർത്തി ഇപ്പോൾ പറയാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും നമ്മുടെ കൗമാരക്കാർക്ക് പറ്റുന്ന ചില പാളിച്ചകളൊക്കെ ഉണ്ട്. ഈ പെൺകുട്ടിക്കും മറ്റൊരു പെൺകുട്ടിക്കും ഒരു സിംഗിൾ പ്രണയം ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. അത് എത്രമാത്രം ശരിയായിരിക്കണമെന്നില്ല. ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർ അവിടെ പോയിട്ടുണ്ട്, ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ പിന്നാലെ കാണിക്കാം. ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലു ആണ് അവിടെ പോയിട്ടുള്ളത്. ബിലു എല്ലാ വിശദമായ വിവരങ്ങളും തേടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാർത്ത ഇതിന് തൊട്ട് പിന്നാലെ വരും. അപ്പോൾ അതിൽ ഈ പെൺകുട്ടി പിന്മാറി. ആ പ്രണയബന്ധത്തിൽ നിന്ന് ഈ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി അയാൾക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഈ പെൺകുട്ടി പിന്മാറി എന്നാണ് കേൾക്കുന്നത്. അതിലുള്ള മാനസിക സംഘർഷവും വിഷമവും ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം നോട്ടായി അതിൽ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു. ഒരു സൂയിസൈഡ് നോട്ട് പോലെ ചില കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാം നോട്ട് അത് 24 hours കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് അതിന് കണ്ടെത്തണമെങ്കിൽ സൈബർ പോലീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ അത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ കുട്ടി ഒരു സൂയിസൈഡ് ടെൻഡൻസി കാണിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതും എത്രത്തോളം വാസ്തവമാണെന്ന് ശാസ്ത്രീയ പരിശോധനകളിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ പെൺകുട്ടി ഇനി കൂട്ടുകാരുടെ വീട്ടിലെത്തിയിരുന്നു എന്നുള്ള കാര്യവും പോലീസ് തെളിവെടുപ്പിനിടെ ചോദിക്കേണ്ട കാര്യമാണ്. ഏതായാലും 17 വയസ്സുകാരിയുടെ മരണത്തിന് പിന്നിൽ എന്തോ ഒരു പ്രണയത്തിൻ്റെ ദുരൂഹത മണക്കുന്നുണ്ട്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി മറ്റൊരു സംഭവം. ഈ പെൺകുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് ചുഴലിയുടെ അസുഖം, ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി ചുഴലി അസുഖമുണ്ടായിരുന്നു, ഫിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേയെങ്കിൽ ഈ പെൺകുട്ടി കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴി ഈ പ്രദേശത്തെത്തിയപ്പോൾ ഒന്ന് ടെൻഷനുണ്ട്, പ്രണയത്തിൻ്റെതായ ടെൻഷൻ, പ്രണയ നൈരാശ്യത്തിൻ്റെ ടെൻഷനുണ്ട്. ആ ടെൻഷനൊക്കെ പിന്നെ മഴ ഉണ്ടായിരുന്നു, ഈ തണുപ്പും ടെൻഷനും ഒക്കെ വന്നപ്പോൾ ഒരു പക്ഷേയെങ്കിൽ ഫിറ്റ്സ് വന്ന് ഈ ഓടയിൽ വീണതാകാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. ഫിറ്റ്സ് വന്നിട്ടാണ് ഈ പെൺകുട്ടി ഓടയിൽ വീണത് എന്ന് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയാലും അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു അപകടമാകാം ഈ മരണത്തിന് പിന്നിലെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ലോകം പലവിധമാണ്, പലതരത്തിലുള്ള കാരണങ്ങൾ മെനഞ്ഞെടുക്കാം. ആ പെൺകുട്ടിയെ പലതരത്തിൽ ചിത്രീകരിച്ച് വഷളാക്കാം. ഏതായാലും പോലീസിൻ്റെ റിപ്പോർട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ബിലു സ്ഥലത്ത് പോയി തയ്യാറാക്കിയ റിപ്പോർട്ട് തൊട്ടു പിന്നാലെ ഉണ്ടാകും. ആ പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.